ഗൈസ് വെൽക്കം ബാക്ക് ടു ട്രേഡിംഗ് ലോജിക്സ്. നമ്മളിന്ന് രാവിലെ തന്നെ ഒരു ട്രേഡ് എടുത്തിരുന്നു. TCS-ലാണ് ട്രേഡ് എടുത്തിരുന്നത്. 1:4 അടുപ്പിച്ച് റിസ്ക് റിവാർഡ് ഉണ്ടായിരുന്നു. ടാർഗറ്റൊക്കെ അച്ചീവായി. എന്നിരുന്നാലും ഇന്ന് ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ക്വാണ്ടിറ്റി നമ്മൾക്ക് എക്സിക്യൂട്ട് ആയില്ല. ആകെ ഇന്ന് ക്വാണ്ടിറ്റിയിൽ 150 ക്വാണ്ടിറ്റിയിൽ 21 ക്വാണ്ടിറ്റി മാത്രമേ നമുക്കിന്ന് ആക്ടിവേറ്റ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ ക്വാണ്ടിറ്റിയും നമുക്ക് കിട്ടാതെ സ്കിപ്പായിപ്പോയി. അപ്പോൾ അത് ഓർഡർ അങ്ങനെ ഓപ്പണായിട്ട് നിൽക്കുകയാണ്. ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡർ പോലും ഇതുവരെ പ്ലേസ് ചെയ്തിട്ടില്ല. കണ്ടോ, ഓർഡർ ബുക്ക് ഒന്നും പ്ലേസ് ചെയ്തിട്ടില്ല. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അതിന് എന്താണ് നമ്മൾ ഇന്നത്തെ ട്രേഡിനുള്ള റീസൺ എന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് 5 മിനിറ്റ് ക്യാൻഡിലോട്ട് തന്നെ പോകാം. 5 മിനിറ്റ് ക്യാൻഡിൽ തന്നെ അല്ലേ, അപ്പോൾ 1 ഡേ ക്യാൻഡിലോട്ട് പോകാം. റീസൺ എന്ന് വെച്ചാൽ കൺസിക്യൂട്ടീവായിട്ട് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ ഒരു ഡൗൺ സൈഡ് പാറ്റേൺ തന്നുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ്. അപ്പോൾ ഒരു പ്രീവിയസ് ആയിട്ടുള്ള ഈ ഏരിയ പ്രൊട്ടക്റ്റ് ആയിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ. കുറച്ച് ദിവസം മുന്നേ അടുത്ത സ്വിങ് ഇത് പ്രൊട്ടക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയൊരു അപ്സൈഡ് മൊമെൻറ്റത്തിനുള്ള ഒരു പോസിബിലിറ്റി നമുക്ക് ഇവിടെ ഈ 2 കാറ്റഗറി കാണുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അടുത്ത് നമുക്കിനി വോളിയം കുറച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പഠിച്ചു നോക്കാം. എന്താണ് വോളിയത്തിൻ്റെ പാരാമീറ്റേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നതെന്ന്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള 2 ലോ, പ്രീവിയസ് ഡേയുടെ ലോ കണ്ടായിരുന്നു. ഫസ്റ്റ് ക്യാൻഡിൽ ബ്രേക്കൗട്ട് നടന്ന വോളിയം ബ്രേക്കൗട്ട് എന്ന് വെച്ചാൽ ഈ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ തൊട്ട് മുകളിൽ വോളിയം വീണ്ടും ക്രോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് വോളിയം ക്യാൻഡിൽ ഫോമായി വോളിയം ബ്രേക്കൗട്ട് നടന്നു എന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ, ഈ വലിയ ബിഗ് ക്യാൻഡിൽ വോളിയം ബ്രേക്കൗട്ടോടുകൂടെ ചേർന്ന ഒരു ക്യാൻഡിലാണ്. സെക്കൻഡ് ക്യാൻഡിൽ ഇതിനേക്കാൾ വോളിയം കുറവായിട്ടുണ്ട്. അപ്പം സെല്ലേഴ്സിൻ്റെ ആക്ടിവിറ്റി നമുക്കിവിടെ കുറവായിട്ട് തോന്നാം. നെക്സ്റ്റ് ഡേ നമുക്കൊരു ബൈ ക്യാൻഡിൽ വരാനുള്ള ചാൻസ് ഹൈ ആണ്. ഇങ്ങനെയുള്ള ക്യാൻഡിൽ ഈ 2 ക്യാൻഡിൽ കണ്ടായിരുന്നു. ബൈ ക്യാൻഡിൽ വരാനുള്ള ചാൻസാണ് കൂടുതൽ. നമുക്കത് ഉറപ്പിക്കാനായിട്ട് പറ്റത്തില്ല. ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ 5 മിനിറ്റിലോട്ട് തന്നെ നമുക്ക് പോയി അവിടുത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് എൻട്രി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഗൈസ്, ഇതാണ്ട് ഇവിടെ ഫസ്റ്റ് ക്യാൻഡിൽ റെഡ്, സെക്കൻഡ് ക്യാൻഡിൽ വോളിയം നോക്കിക്കേ, ബിഗ് ക്യാൻഡിലായിരുന്നു, ബിഗ് വോളിയം ബാർ കണ്ടോ. ഇവിടെ ഈ 2 ക്യാൻഡിൽ നോക്കിയേ കണ്ടോ, ആ 2 ബിഗ് ക്യാൻഡിലാണ്. അപ്പോൾ ആ രണ്ട് ക്യാൻഡിലിൽ തൊട്ടടുത്ത് നമുക്കൊരു വോളിയം ബൈ സിമ്പൽ നമുക്ക് കിട്ടും. അപ്പോൾ അത് നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് ഒരു ചെറിയൊരു എൻട്രി പോയിൻ്റ് നമുക്ക് മനസ്സിലാക്കി തരാം. അടുത്ത് നമുക്ക് 5 മിനിറ്റിലോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. 5 മിനിറ്റിലോട്ട് പോകുമ്പോഴേക്കും നമുക്ക് അവിടുത്തെ പ്രൈസ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. കൃത്യമായ തരത്തിലുള്ള രീതിയിലുള്ള റെലവൻറ്റ് ക്യാൻഡിൽ ആദ്യം കണ്ടെത്തുക. ഡേ ക്യാൻഡിൽ ഒരു കാര്യം കൂടെ പറയാം. ഡേ ക്യാൻഡിൽ നമുക്ക് റെലവൻറ്റ് ക്യാൻഡിൽ, അതായത് ഈ ഇത്രയും ബ്രേക്കൗട്ടിന് ശേഷം വരുന്ന റെലവൻറ്റ് ക്യാൻഡിൽ ഇതാണ്, ഈ ഗ്രീൻ ക്യാൻഡിലാണ്. റീസൺ എന്ന് വെച്ചാൽ ഇത്രയും വലിയ വോളിയം ബ്രേക്കൗട്ട് നടന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഒരു വലിയൊരു ക്യാൻഡിൽ, അതായത് ഇതുപോലത്തെ വോളിയം ബ്രേക്കൗട്ട് നടക്കുന്ന ക്യാൻഡിലോ അല്ലെങ്കിൽ റെഡ് ക്യാൻഡിലോ, വോളിയം ബ്രേക്കൗട്ട് ഇല്ലാതെ റെഡ് ക്യാൻഡിൽ നടക്കാനുള്ള പ്രോബിലിറ്റിയാണ് കൂടുതൽ. റെഡ് ക്യാൻഡിൽ തന്നെ നടക്കണം. പക്ഷേ അവിടെ നമുക്ക് സംഭവിച്ചത് ഒരു ഗ്രീൻ ക്യാൻഡിലായിരുന്നു വിത്ത് ലോ വോളിയം. അപ്പോൾ ഇന്നത്തെ പോയിൻ്റ് ഈ ഒരു പോയിന്റിലോട്ട് എത്തുമ്പോഴേക്കും ക്രോസ് ചെയ്ത് താഴെ പോയി അത് റിജക്റ്റായി മുകളിലോട്ട് പോകുന്നത് കണ്ടിട്ടാണ് നമ്മൾ ആ ഒരു പോയിന്റിൽ എൻട്രി എടുത്തത്. അപ്പോൾ ആ ഒരു കണക്കിനെ നോക്കുമ്പോഴേക്കും നമുക്ക് ഇവിടെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു എൻട്രി പോയിൻ്റ് ആയിരുന്നു നമ്മൾ രാവിലെ പ്ലേസ് ചെയ്തിരുന്ന. എത്രയായിരുന്നു? രാവിലെ 3400.50 ഈ ഒരു പോയിൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് 5 മിനിറ്റിലോട്ട് പോയി നമുക്ക് എന്താണ് അവിടെ നടക്കുന്നതെന്ന് നോക്കാം. കണ്ടോ, കൃത്യമായ ആ ഒരു പോയിന്റിൽ എത്തിയ പാടെ മാർക്കറ്റിൻ്റെ ബുള്ളിഷ് മൊമെൻറ്റം കണ്ടോ. അപ്പോൾ അതാണ് റീസൺ. ഇനിയിപ്പോൾ മാർക്കറ്റ് എങ്ങനെ അപ്പ് ഡൗൺ ഒക്കെ അടിച്ച് അങ്ങനെ നിൽക്കും. ഞാൻ എന്തായാലും ഇത് ഓർഡർ ക്യാൻസൽ ചെയ്യാൻ പോവാണ്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്, സീ യു നെക്സ്റ്റ് വീഡിയോ. നമുക്കിന്ന് ഓർഡർ കംപ്ലീറ്റ് ആയില്ല കേട്ടോ, കുഴപ്പമില്ല. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം.